ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസിൻ്റെ ആണ് കേട്ടോ. സ്കൂളിലേക്കോ ഓഫീസിലേക്കോ രാവിലെ എഴുന്നേറ്റ് വളരെ ഈസി ആയിട്ടും നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയും ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാളയും ടൊമാറ്റോയും ക്യാരറ്റും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമ്മൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ 2 ടൊമാറ്റോ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ റൈസ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് നമുക്ക് ബട്ടറും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് 1 ഗ്രാമ്പു, കറുവപ്പട്ട, ഏലയ്ക്ക എന്നിവ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ആ നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ സവാളയും ക്യാരറ്റും ഒക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവാളയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. നമ്മുടെ ആ ഒരു ക്യാരറ്റും സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് ആ നെയ്യിലിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാവേ. ഇപ്പോൾ ഇതേ നമ്മുടെ സവാളയൊക്കെ നന്നായി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. തക്കാളി ചേർത്ത ശേഷം അത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ആവി തട്ടുമ്പോഴേക്കും നമ്മുടെ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുവേ. അങ്ങനെ നമ്മൾ മൂടി തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത ശേഷം നല്ലതുപോലെ ഒന്ന് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. ഇനിയാണ് നമ്മൾ ആ ഒരു തക്കാളി അടിച്ചു വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ആ ഒരു ബെൽ ബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നമ്മൾ അതിലേക്ക് തക്കാളി അടിച്ചു വെച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഈ ഒരു തക്കാളിയുടെയും പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടും കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ കിടന്നൊന്ന് വെന്ത് വരുമ്പോഴേക്കും നല്ല പോലെ നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞ് വരുവേ. ഇനി ഈ ഗ്രേവിയൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് വറ്റി വന്ന ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്പം ഉപ്പിട്ട് മാത്രം വേവിച്ചതാണ് കേട്ടോ. അങ്ങനെ റൈസ് ആ മസാലയിലേക്ക് ഇട്ട് നന്നായി തന്നെ ആ ഒരു മസാല റൈസിനോട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി മുകളിലേക്ക് ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുതേ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായി എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.